ഓക്കെ ഹിയർ വി ഗോ. പ്രതീക്ഷിച്ചത് നോക്കിംഗ് ഒക്കെ വരുമെന്നാണ്, ബട്ട് അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഹായ് ഹലോ സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഹോണ്ടയുടെ ഒക്കെ തന്നെ ആഫ്രിക്ക ട്യൂണിൻ്റെ സഹോദരൻ എന്ന് പറയാൻ പറ്റുന്ന ഹോണ്ട ട്രാൻസാൽപ്പ് 750 ആണ്. നമുക്ക് ഈ ബൈക്കിന് ഒരു മിഡിൽ വെഞ്ചർ ബൈക്ക് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എന്തെന്നല്ലേ, കാണാൻ ഒരു പഠിപ്പ് ലുക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ എഞ്ചിനിലോട്ട് കടക്കുമ്പോൾ ഇതൊരു ബാക്ക് ബെഞ്ചർ തന്നെയാണ്. അതായത് എക്സ്ട്രീം പെർഫോമൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ ഹോണ്ട ട്രാൻസാൽപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ വൈസ് ഒക്കെ നോക്കുന്നതിന് ഇത് പെയിൻറ്റ് സ്കീം നോക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഇറങ്ങിയത് തൊട്ടേ ഉള്ള ഒരു പെയിൻറ്റ് സ്കീമാണ് ഇപ്പോഴും ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു വൈറ്റിൽ കുറച്ച് ഗ്രാഫിക്സ് വരുന്ന ഒരു പെയിൻറ്റ് സ്കീം. കാണാനൊക്കെ അത്യാവശ്യം ലുക്കുണ്ട്. മേ ബി ലൈക്ക് ഒരു പഠിപ്പ് ലുക്കെന്ന് പറയാം. കുറച്ചൊന്ന് മെച്ചേർഡ് ലുക്ക് എന്നുള്ള പറയാൻ പറ്റുന്ന ഒരു ബൈക്ക് പോലെയാണ് നമ്മുടെ ഹോണ്ട 750 വരുന്നത്. നമുക്ക് ഫ്രണ്ട് വൈസിന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഹെഡിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി LED ഹെഡ്ലൈറ്റ്സാണ് വരുന്നത്. ഇത് ഓൺലൈനിൽ ഞാൻ എൻ്റെ റിവ്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ചെക്ക് ചെയ്തപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പെർഫോമൻസ് കുറച്ചൊന്ന് മോശമാണെന്നാണ് പറയുന്നത്. ഈവൻ ദോ ഒരു LED ആണെങ്കിൽ കൂടി. പിന്നെ വരുന്നത് കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ സെക്ഷനിലോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു LED ടെയിൽ ലൈറ്റ്സ് ആണ് ബാക്ക് സൈഡിലും കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു LED ആണ് നമ്മുടെ ഹോണ്ട ട്രാൻസാൽപ്പ് 750 വരുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വരുന്നത് കംപ്ലീറ്റ് 21 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. റിയർ സൈഡ് 18 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. പക്ഷേ സ്പോക്ക് വീൽസ് ആയാൽ കൂടി ഇതിൽ വരുന്നത് ട്യൂബ്ഡ് ടയേഴ്സാണ്. അതെ, ട്യൂബ്ലെസ് ടയേഴ്സ് ഹോണ്ട ട്രാൻസാൽപ്പിൽ കൊണ്ടുവന്നിട്ടില്ല അവർ ഇതുവരെ. ഇതിലിപ്പോഴും കറൻ്റ് പോകുന്നത് ട്യൂബ്ഡ് ടയേഴ്സാണ്. അതാണ് വൺ ഓഫ് ദ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഹോണ്ട ട്രാൻസാൽപ്പിൽ വരുന്നത്. പിന്നെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഒരു 200 മില്ലിമീറ്റർ ട്രാവൽ വരുന്ന ഒരു ലോങ് ട്രാവൽ സസ്പെൻഷനാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു മോണോ ഷോക്ക് സസ്പെൻഷനാണ് റിയർ സൈഡ് വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു സോഫ്റ്റ് സൈഡിലാണ്. എന്താ പറയുക, ഒരു പ്യുവർ കംഫർട്ട്, ഒരു പന്നിമെത്തയിൽ പോകുന്ന പോലെയൊക്കെ ഒരു കംഫർട്ടാണ് നമുക്ക് ഈ ഹോണ്ട ട്രാൻസാൽപ്പിൽ ഈ സസ്പെൻഷൻസ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഈ സോഫ്റ്റ് സസ്പെൻഷൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻജിനിലോട്ട് നോക്കുമ്പോൾ ഒരു 755cc പാരലൽ ട്വിൻ 270 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റോട് കൂടിയ ഒരു എൻജിനാണ് വരുന്നത്. ഈ ഒരു മാരക എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈക്ക് 90.5 bhpയും ഒരു 75 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എൻജിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മുടെ ഡ്യൂക്ക് 890, അതിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ കൂടിയ ഒരു എൻജിനാണ് നമ്മുടെ ഈ ഹോണ്ട 750 വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻജിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്വിക്ക് ഷിഫ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ആഡ് ഓൺ ആണ്. ലൈക്ക് ഒരു 25,000 റുപ്പീസിൻ്റെ എക്സ്ട്രാ ഒരു പാർട്ട് പോലെയാണ് നമ്മുടെ ഈ ക്വിക്ക് ഷിഫ്റ്റർ നമ്മുടെ ഹോണ്ട ട്രാൻസാൽപ്പിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഹോണ്ടയുടെ തന്നെ OEM ക്രാഷ് ഗാർഡ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മേറ്റ് ബ്ലാക്ക് കളറിലൊക്കെ. പിന്നെ ഇതിൻ്റെ ഓണർ ഇതിലൊരു ഓക്സിലറി ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു കംപ്ലീറ്റ് ടൂറാണ് ഗൈസ്. ഇതിൻ്റെ കംഫർട്ട് വെച്ച് നമുക്ക് എത്ര ദൂരം വേണോ ടൂർ ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു എൻജിനും സസ്പെൻഷനും എങ്ങനെ നോക്കിയാലും ഒരു കംപ്ലീറ്റ് ടൂർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഹോണ്ട ട്രാൻസാൽപ്പ് 750 എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ സീറ്റ് ഹൈറ്റ് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ലോവേഡാണ്. ഐ മീൻ നല്ല സീറ്റ് ഹൈറ്റ് കുറവാണ്. ലൈക്ക് 830 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പില്ലിനോടെ കയറുമ്പോൾ സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് വീണ്ടും ഇത് താഴുന്നു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. ഈ ബൈക്കിൻ്റെ വെയിറ്റ് എത്രയാണെന്നില്ലേ, ലൈക്ക് 208 കിലോഗ്രാമാണ് ഈ ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത്. ബട്ട് ഇത് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനുള്ള ഹാർഡ്നെസ് മാത്രമേ വരുന്നുള്ളൂ. ബട്ട് റൈഡിങ് ടൈം ഇതൊന്നും അറിയിക്കുന്നില്ല നമ്മുടെ ഈ എൻജിൻ കാരണം. വേറെ നമുക്കിതാ ഇവിടെ ഒരു USB ചാർജിങ് സോക്കറ്റ്, ഐ മീൻ ഒരു ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. ഫോണൊക്കെ ചാർജിങ് സഹായത്ത് നമുക്കൊരു എക്സ്ട്രാ അഡാപ്റ്ററൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്കിൻ്റെ മീറ്റർ കൺസോൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ട്രാൻസാൽപ്പ് എന്നൊരു സംഭവമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടാക്കോമീറ്റർ വരുന്നത്. ലൈക്ക് 9,000 ഐ മീൻ 10,000 ആ റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12,000 വരെ പോകുന്നുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ ഇവിടെയാണ് മോഡ് വരുന്നത്. ഓൾമോസ്റ്റ് 4 മോഡ് അവൈലബിൾ ആണ്. ലൈക്ക് റെയിൻ, ഗ്രേവൽ, യൂസറിൽ നമുക്ക് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാം. നമ്മുടെ എൻജിൻ ബ്രേക്കിംഗ് ആയാലും ട്രാക്ഷൻ കൺട്രോൾ ആയാലും ABS ആയാലും എല്ലാം നമുക്ക് ഇതിനെ കംപ്ലീറ്റ്ലി നമ്മുടെ പ്രിഫറൻസിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പോർട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് എന്തായാലും നമുക്ക് സ്പോർട്ടിൽ തന്നെ ഇട്ടേക്കാം. ട്രാക്ഷൻ കൺട്രോൾ അപ്പോൾ കുറവ്, ഐ മീൻ സ്റ്റേജ് ലെവൽ 1 കിടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ബാക്കി നമുക്ക് അറിയാമല്ലോ, ഇത് കംപ്ലീറ്റ്ലി അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിളും ആണ്. നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു വാർണിംഗ് ഒക്കെ കിടപ്പുണ്ട്. സൈഡ് സ്റ്റാൻഡ് എടുത്താൽ ഓക്കെ അതങ്ങ് പോകുന്നതാണ്. കൊള്ളാം. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മീറ്റർ കൺസോളിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ ഇതാണ് എൻ്റെ പാ സ്വിച്ച് ഡിമ്മൊക്കെ വരുന്നത്. പിന്നെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ഹോൺ, ഇൻഡിക്കേറ്റർ, പിന്നെ ഹസാർഡ്. ഇത് നമ്മുടെ ജോയ്സ്റ്റിക്ക് കംപ്ലീറ്റ്ലി മീറ്റർ കൺസോൾ എന്ന് നോക്കാനാണ്. പിന്നെ സാധാരണ നമ്മുടെ കിൽ സ്വിച്ച് തന്നെ. ഇതൊക്കെ തന്നെയാണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്കിതിൻ്റെ
ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പോൾ ഒരു 16.9 liters ഓഫ് ഫ്യൂൾ ടാങ്ക്, ഓൾമോസ്റ്റ് ലൈക്ക് 17 liters ഓഫ് ഫ്യൂൾ ടാങ്ക് ആണ് വരുന്നത്. മൈലേജ് ഫിഗേഴ്സ് പറയുന്നത് ലൈക്ക് 23 km/L ഒക്കെ നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ടെന്നാണ്. യെസ്, 23 കിട്ടുന്നുണ്ട് ഈ ഒരു 750 എഞ്ചിന്. അതൊക്കെ തന്നെ ഒരു ഹാപ്പി നമ്പറാണ് നമുക്ക് കേൾക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഹൈവേസിലെ ക്രൂസ് ചെയ്യുന്ന ടൈം വീണ്ടും കുറച്ചൊന്ന് കൂടി ലൈക്ക് 25-26 കിട്ടാനുണ്ട്. പിന്നെ നല്ല ഹാർഡായിട്ട് പുഷ് ചെയ്യണമെങ്കിൽ ലൈക്ക് അത് ഡ്രോപ്പ് ചെയ്ത് ലൈക്ക് 18-20 ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മൈലേജ് ഫിഗേഴ്സൊക്കെ നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഒരു വലിയ ബാഷ് പ്ലേറ്റ് തന്നെയുണ്ട്. അത്യാവശ്യം റോക്ക് ചിപ്പിങ്സ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഷ് പ്ലേറ്റ് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വരുന്നത് നിസിൻ്റെ കാലിപ്പേഴ്സാണ് വരുന്നത്. ഒരു 320 mm ഡ്യുവൽ ഡിസ്ക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പോരായ്മയുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലല്ല, അതെന്തായാലും ഞാൻ റൈഡിങ് ടൈം പറയാം. പിന്നെ റിയർ സൈഡ് നോക്കുമ്പോൾ ഒരു 256 mm റിയർ ബ്രേക്ക് സെറ്റപ്പാണ് വരുന്നത്. നിസിൻ്റെ കാലിപ്പേഴ്സാണ് ബാക്കിലും വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ബ്രേക്കിൻ്റെ കോമ്പിനേഷൻസൊക്കെ അത്യാവശ്യം നൈസാണ്. വലിയ ഇഷ്യൂസൊന്നും വരുന്നില്ല. പിന്നെ ഈ ബൈക്കിൽ നമ്മുടെ ക്ലച്ചിൻ്റെ കാര്യം പറയാമല്ലോ, ഹോണ്ടയാണ്. അത്യാവശ്യം നല്ല ലൈറ്ററായിട്ടുള്ളൊരു ക്ലച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ക്വിക്ക് ഷിഫ്റ്ററും അവൈലബിൾ ആണ്, സ്ലിപ്പർ ക്ലച്ചും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൺ ബൈക്ക് തന്നെയാണ് നമ്മുടെ ഈ ഹോണ്ട ട്രാൻസ്ലാബ് 750, ട്രാൻസ്ആൽപ്പ് 750. ഇത് ട്രാൻസ്ലാബ് എന്നാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഈ വൈസർ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം ലൈക്ക് ഒരു 150 km/h അത്യാവശ്യം നല്ലൊരു വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി റൈസ് ചെയ്യുന്ന ടൈം നമ്മുടെ കഴുത്തിലോട്ട് അടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലൈക്ക് വൈസർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പേർപ്പസ്ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വൈസറാണ്. മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഫങ്ഷണലാണ്. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ആഡ് ഓൺസ് ആണ്. ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ലൈക്ക് ടോപ്പ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് കൂടി ജസ്റ്റ് ഒന്ന് കേട്ടോ. അത്യാവശ്യം ഗ്രണ്ടൊക്കെ ഉള്ളൊരു സൗണ്ടാണ്. വെയിറ്റ്, ജസ്റ്റ് ഒന്ന് ഓണാകട്ടെ. ന്യൂട്രലാണോ? അല്ല, ഫസ്റ്റ് ഗിയർ അല്ല, ജസ്റ്റ് ഒന്ന് ന്യൂട്രലാകട്ടെ. യെസ്, ന്യൂട്രലായിട്ടുണ്ട്. കേട്ടല്ലോ, ആ ഗ്രണ്ടുള്ളൊരു സൗണ്ടാണ്. ഇത് റൈഡിങ് ടൈം ഒരു സ്പെഷ്യൽ ഒരു ഫീലാണ് ഈ എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ ചില ടൈമിൽ ഇതിൽ ബാക്ക് ഫയറൊക്കെ വരാനുണ്ട്. ഓഫ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ അത്യാവശ്യം കുറച്ചൊന്ന് റൈഡ് ചെയ്ത് എക്സോസ്റ്റൊക്കെ ഒന്ന് ഹീറ്റായി വരുന്ന ടൈം ബാക്ക് ഫയറും കേൾക്കാനുണ്ട്. ജസ്റ്റ് കുറച്ചൊന്ന് ത്രോട്ടിൽ കൊടുക്കുവാണ്. കേട്ടില്ല, ആ ബാക്ക് ഫയർ കണക്ക് വരുന്നത്. പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു 1.5 മുതൽ തന്നെയാണ് നമ്മുടെ ഈ ഹോണ്ട ട്രാൻസ്ആൽപ്പ് 750. എന്തായാലും നമുക്കൊരു ഷോർട്ട് റൈഡ് തന്നെ പോകാം. നമുക്ക് ഹോണ്ട എടുത്തോണ്ട് ഒരു രക്ഷയില്ലാത്ത ബാലൻസിങ് ആണ് നമുക്ക് ബൈക്ക് കിട്ടുന്നത്. ഇതെന്തായാലും സർവീസ് റോഡാണ്. ഒരു രക്ഷയില്ല. ആ സൗണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞോ. പക്ഷേ ആ സൗണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഹോണ്ടയുടെ ഈ 750cc ട്വിൻ സിലിണ്ടർ പാരലൽ, ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ട്രാഫിക് ലേശം കൂടുതലാണ്. എന്നാലും നമുക്ക് ജസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ലാത്തൊരു പുള്ളാണ് നമ്മുടെ ബൈക്ക് ഹോണ്ട തരുന്നത്. ഇവിടെ ഒരു ഡ്രോബാക്ക് വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈ സ്പീഡ്സിലാണ് പോകുന്ന ടൈം ഇതിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ട് സൈഡ് 200 mm ട്രാവൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇതിന് ട്രാവൽ ഇത്രയും വരുന്നുണ്ട്. നമുക്ക് ആ ബ്രേക്കിൻ്റെ ഒരു ഫീഡ്ബാക്ക്, നമ്മൾ ബ്രേക്ക് പിടിച്ചെന്നുള്ളതിന് എഫക്റ്റ് വരുന്ന ഒരു 1 സെക്കൻഡ് ഡിലേ ഒക്കെ വരുന്നുണ്ട്. ഈ സസ്പെൻഷൻ ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടൊക്കെ, ഐ മീൻ കംപ്രസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. മിറേഴ്സ് ഓക്കെ, ബാക്ക് സൈഡ് വണ്ടിയില്ല, റൈറ്റ് സൈഡ് ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ. എന്നാൽ പോലും ഞാൻ ക്ലച്ച് പിടിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് പോലും അറിഞ്ഞൂടാ. നല്ല ട്രാഫിക് ഉണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്, ഒരു രക്ഷയില്ല. ഇത് മൈലേജ് ഫിഗേഴ്സൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓട്ടിക്കുന്നത്. ലൈക്ക് 90 km സ്പീഡൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ ലൈക്ക് ഒരു 23 to 25 km മൈലേജൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതേ ടൈം കുറച്ചൊന്ന് ഹാർഡായിട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് ലൈക്ക് ഒരു 20 km പോകാനും ചാൻസ് ഉണ്ട്.
എന്തായാലും കൊള്ളാം. പക്ഷെ സ്പോട്ടിലിട്ടിട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ലെന്നാണ്. ഇപ്പോൾ ട്രാഫിക് കാണാമല്ലോ. പിന്നെ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ബാലൻസിങ് ഒരു രക്ഷയില്ല. 200 കിലോഗ്രാം, ഐ മീൻ 208 കിലോഗ്രാം ഉണ്ടെങ്കിൽ കൂടി ഈ ബൈക്ക് ചുമ്മാ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് ഒരു സിമ്പിളായിട്ട് ലൈക്ക് എളുപ്പത്തിൽ നമുക്ക് മാനേജ് പോകാൻ പറ്റുന്ന ഒരു വെയിറ്റ്. ഐ മീൻ എൻ്റെ ബാലൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഹോണ്ട എന്ത് മാജിക്കാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ല. തേർഡ് ഗിയർ ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ ഹോണ്ട ട്രാൻസാൽപ്പ് എടുത്ത് 750 എടുത്ത് റോഡിൽ ഓടിക്കുമ്പോൾ. ഓ ഈ ഗട്ടറിന് നമുക്ക് അറിയാൻ പറ്റില്ല, ബിക്കോസ് സസ്പെൻഷൻ അത്ര നീറ്റായിട്ട് ഇത് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓ അയ്യോ, കിട്ടില്ല. സസ്പെൻഷൻ്റെ രീതിയിൽ ഒരു രക്ഷയില്ല. എൻജിൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം, ഐ മീൻ എൻജിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് എടുത്ത് അറിയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. തേർഡ് ഗിയറിൽ തന്നെ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ തേർഡ് ഗിയർ ആയപ്പോൾ ഈ സ്പീഡിലൊന്നും നോക്കിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ. പാരലറ്റിന് ഞാൻ പ്രതീക്ഷിച്ചത് നോക്കിംഗ് ഒക്കെ വരുമെന്നാണ്. ബട്ട് അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്, വളരെ ചെറുത്. ഷിഫ്റ്റർ ഓൺ. കണ്ടല്ലോ, ഇതാണ് നമുക്ക് തരുന്ന ആ പവർ ഔട്ട്പുട്ട്. ഒരു രക്ഷയില്ല. ആ എൻജിനിൽ നിന്ന് ആ എക്സോസിൻ്റെ ഒരു സൗണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക ഫീല് തന്നെയാണ് നമ്മുടെ ഈ എക്സോസ്റ്റും കൂടെ തരുന്നത്. ഓക്കെ, ഹിയർ വി ഗോ. ഭയങ്കര വളരെ ഒരു ഷോർട്ട് റൈഡായി പോയെന്ന് അറിയാം. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം കാണാമല്ലോ നിങ്ങൾക്കും, ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. ഈ സൺഡേ ആയിട്ട് പോലും ഈ ഉച്ച സമയത്ത് ലൈക്ക് നിങ്ങൾക്ക് സമയം എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലൈക്ക് 1 മണി പോലെ ആയിട്ടേ ഉള്ളൂ. 1 മണിക്ക് ഈ ട്രാഫിക്കാണ് സൺഡേ വരുന്നത്. മേ ബി പിന്നൊരു ദിവസം നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂ അൺലീഷ് ചെയ്യാവുന്നതാണ്. എന്തായാലും എന്തൊരു സോറി പറഞ്ഞ് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. എനിവേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.